ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുൻവിധികൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചിലരെക്കുറിച്ച് മുൻവിധികൾ പറയാറുണ്ട്, മോശമായ രീതിയിൽ. നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടിയെക്കുറിച്ച് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, മറ്റു ചിലർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം. വേറെ ചില നപുംസകളായ ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് മമ്മൂട്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മമ്മൂട്ടിക്ക് എന്താ ഒരു അരവട്ടായോ, ഇങ്ങനെയൊക്കെയാണോ സിനിമയിൽ അഭിനയിക്കേണ്ടത്, ഇത്തരം സിനിമയിലാണോ അഭിനയിക്കേണ്ടത്, ഇത്തരം കഥാപാത്രങ്ങളാണോ തിരഞ്ഞെടുക്കേണ്ടത്, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കുഴപ്പം? മമ്മൂട്ടി വ്യത്യസ്തമായ സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ എന്നും അച്ചിട്ട പോലെ ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാൽ എന്താ കാര്യം? പണമുണ്ടാക്കാനാണെങ്കിൽ എല്ലാ വേഷങ്ങളും അവതരിപ്പിക്കാം. അത്യാവശ്യം പണമുണ്ടാക്കി, ബിസിനസ്സുണ്ട്, സിനിമാ ബാനറുണ്ട്, നിർമ്മാണമുണ്ട്, എല്ലാം ഉണ്ട്, സംവിധാനം ഒഴികെ എന്ന് പറയാം. പക്ഷേ ഇന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഒരു മമ്മൂട്ടിയുടെ നിലവാരമുണ്ടെന്ന് ആലോചിക്കണം. ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസ് ചെയ്തില്ലേ, ആ സിനിമ വരെ ആലോചിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടന്ന, അതാ നമുക്ക് ആ വാക്ക് വയ്ക്കാണ്ട്, അതായത് വെകിളി പൂണ്ട് നടന്നിരുന്ന ഒരു ചാൻസ്, ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മുഖം മാത്രം കാണിച്ചാൽ മതി, എൻ്റെ നാട്ടുകാരെ കൊണ്ട് പറയിക്കണം താ ചെമ്പിലെ മമ്മൂട്ടി നടനായി, അങ്ങനെ എൻ്റെ നാട്ടുകാരെ കൊണ്ട് പറയിക്കണം ഞാനൊരു നടനായി എന്നുള്ളത്. അത്രയേ ആദ്യം ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി മമ്മൂട്ടി ചെയ്ത കാര്യങ്ങൾ വേറെ ആരും ഇപ്പോൾ ചെയ്യില്ല എന്ന് പറയാൻ, കഷ്ടപ്പെടാതെ അവസരം കിട്ടണം, ഉയർന്നു പോകണം, ജനങ്ങളുമായി ബന്ധമില്ലാതിരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ചിലരുടെയൊക്കെ ആഗ്രഹവും പ്രവൃത്തിയും. എന്നാൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണത്. ഇങ്ങനെ മമ്മൂട്ടിയായിട്ട് പരിഹസിച്ച് സംസാരിച്ചും ഇടഞ്ഞ് സംസാരിക്കും, ഇതൊക്കെ ചെയ്യും. ഇതെല്ലാം പറയുമ്പോഴും മമ്മൂട്ടി എന്ന നല്ല നടൻ്റെ മാർക്കിന് ഒരു കുറവും നമ്മൾ നൽകിയിട്ടില്ലാതിരിക്കണം. അപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകളാണ് നമുക്കെടുക്കാം. വളരെ പ്രശസ്തമായ നോവലാണെന്ന് ആലോചിക്കണം. തകഴിയുടെ വിശ്വപ്രസിദ്ധമായ നോവലുകളിൽ ഒന്നാണെന്ന് ആലോചിക്കണം. അത് KS സേതുമാധവനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സത്യമാഷും പ്രേംനസീറും അടക്കമുള്ള നല്ല ആൾക്കാർ. അതൊരു പുരോഗമന ചിന്താഗതിയുള്ള സിനിമയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ യൂണിറ്റുകാർ, അതായത് കോട്ടയത്ത് ഒരു റെസ്റ്റ് ഹൗസിൽ സേതുമാധവൻ സാറും സംഘവും വന്നു എന്നറിഞ്ഞ് വൈക്കത്ത് നിന്ന് പകുതി നടന്നും പകുതി ബസ്സിൽ സഞ്ചരിച്ചുമാണ് മമ്മൂട്ടി കാണാൻ ചെന്നത്. തിരിച്ചു പോകാൻ കയ്യിൽ പകുതി ദൂരത്തേക്കുള്ള ബസ് കൂലി മാത്രം, ആഹാരം കഴിക്കാനൊന്നുമില്ല. അത്രയും കഷ്ടപ്പെട്ട് രാവിലെ വന്ന മമ്മൂട്ടി സേതുമാധവൻ സാറിനെ കാണാൻ രാത്രി 8 മണി വരെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം സേതുമാധവൻ സാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം, ലൊക്കേഷനെല്ലാം പോയിട്ട് വന്നത്. അങ്ങനെ 8 മണി വരെ വെള്ളം കുടിക്കാതെ ഊണ് കഴിക്കാതെ കാത്തിരുന്ന് ഒരു നോക്ക് കണ്ട് പരിചയപ്പെട്ട് തിരിച്ചു പോയതപ്പോൾ ഒരു വാക്ക് അദ്ദേഹം കൊടുത്തു, ലൊക്കേഷനിൽ വരൂ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചേർത്തല ഭാഗത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ലൊക്കേഷനിൽ ചെന്നു. സിനിമയല്ലേ, സിനിമയിൽ ആദ്യം പറയുന്ന വാക്കുകളൊന്നും വിശ്വസിക്കരുത്. അവിടെ ചെന്ന് തിരിച്ചു ചോദിച്ചു, ആരാ, എന്ത് വേണം ചോദിച്ചു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, സാറ് എന്നോട് പറഞ്ഞു, കോട്ടയത്ത് വെച്ച് പറഞ്ഞു ഇവിടെ വരൂ, ചാൻസ് തരാമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടില്ല, ചേർത്തലേക്ക് വരൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സംസാരിച്ച് ഒരു ചെറിയ റോള് മമ്മൂട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മമ്മൂട്ടിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഈ തുള്ളിച്ചാടുന്നു ല്ലേ, അങ്ങനെ തുള്ളിച്ചാടാൻ തോന്നി. ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടിയെ നിർത്തുന്നു, അഭിനയിക്കാൻ പറയുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് ചില താരങ്ങളുണ്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ കണ്ണടച്ച് പിടിച്ചു. അഭിനയൊന്നും ശരിയായില്ല. 2 ടേക്കായപ്പോൾ അശ്വന്മാർ പറഞ്ഞു ശരിയാവില്ല. സേതുമാധവൻ സാറ് പറഞ്ഞു, ഇല്ല മോനെ, ഒരു കാര്യം ചെയ്യ്, കുറച്ച് കഴിഞ്ഞിട്ട് വാ, അഭിനയമൊക്കെ പഠിച്ചിട്ട് വാ എന്നൊരു സംസാരിച്ചു. പകരം ഒരാൾ, അതാണെങ്കിലും മമ്മൂട്ടി അഭിനയിക്കേണ്ട റോളിന് മമ്മൂട്ടിയെ മാറ്റി പകരം ഒരാളിങ്ങനെ ക്യൂ നിൽക്കുക ആൾക്കാർ, പകരം ഒരാളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്താൻ പോകുമ്പോൾ മമ്മൂട്ടി പൊട്ടിക്കരഞ്ഞു എന്നാണ് പറഞ്ഞത്. കരഞ്ഞില്ല, എന്തായാലും കണ്ണുകൾ നിറഞ്ഞു, ഈ കണ്ണീര് വീണു എന്നുള്ള സത്യമാണ്. ബെഗ് ചെയ്യണ പോലെ, സർ ഒരു ചാൻസ് കൂടി,
ഒറ്റ ചാൻസ്. ആ ചാൻസ് ശരിയായില്ലെങ്കിൽ സാറിനെ തിരിച്ചയച്ചോ എന്ന് പറയാവുന്ന ആർജവം ഉണ്ടല്ലോ, എന്ന് പറയാവുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, ആത്മവിശ്വാസമുണ്ടല്ലോ. ആ ആത്മവിശ്വാസം തുടങ്ങിയ യാത്രയായിരുന്നു മമ്മൂട്ടി എന്നാലോചിക്കണം. നടക്കുമോ എന്നറിയില്ല. ആ മൂന്നാമത്തെ ടേക്ക് ഓക്കെ ആയി എന്നാലോചിക്കണം. ആ ഓക്കെയാണ് പിന്നീടുള്ള എല്ലാ ഓക്കെയും. മമ്മൂട്ടി അത് പലപ്പോഴും പറഞ്ഞു ചിരിക്കാറുണ്ട്. അന്നത് ഓക്കെ ആയില്ലെങ്കിലോ, അത് പിന്നെ നിങ്ങൾ പൂരിപ്പിക്കേണ്ട കാര്യമാണ്. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര, ആ യാത്രയും പരിശുദ്ധമായിരുന്നില്ല. ആ യാത്രയും സുഖകരമായ കല്ലും മുള്ളും കുപ്പിച്ചില്ലുകളും എല്ലാം നിറഞ്ഞൊരു യാത്രയായിരുന്നു ആലോചിക്കണം. ചില സിനിമയ്ക്ക് റോളുകൾ പറഞ്ഞ് നടക്കാതെ പോയിട്ടുണ്ട്. ചിലരിപ്പോൾ ബക്കറിൻ്റെ പോലെ സിനിമയിൽ അങ്ങനെ ബക്കറിൻ്റെ സിനിമയിൽ നായക വേഷം കിട്ടാൻ പോയി. അങ്ങനെ ബക്കറിൻ്റെ നായക വേഷത്തിന് ചില ആ മണിമുഴക്കമുള്ള സിനിമയിൽ ആ മണിമുഴക്കത്തിൻ്റെ നോവൽ വാങ്ങി പല പ്രാവശ്യം വായിച്ച് താൻ തന്നെയാണ് നായകനെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ബക്കറിനൊന്ന് കാണാൻ 1 മിനിറ്റ് കാണാനുള്ള അവസരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ എന്താ, അവിടെ ഒന്ന് രണ്ട് കാരണം പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ തിരിച്ചു വിട്ടു. ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഇങ്ങനെ 1ഉം 2ഉം അല്ല, പലരും മമ്മൂട്ടിയെ തിരിച്ചയച്ചു. ആ തിരിച്ചവർക്ക് പിന്നീട് മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിക്കേണ്ടി വന്നു എന്നുള്ളത് കാലത്തിൻ്റെ ഒരു കളിയാണെന്ന് ആലോചിക്കണം. അങ്ങനെ കളിച്ചും ചിരിച്ചും ത്യാഗം ചെയ്തുമാണ് ഇത്രയും വർഷമായി മമ്മൂട്ടി സിനിമയിലേക്ക് ഇങ്ങനെ നടന്ന് അടുത്തത്. അതായത് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആഹാരം കഴിക്കാനും കുടുംബം നോക്കാനുമാണെന്ന് പറയും. പക്ഷേ മമ്മൂട്ടി ജോലി ചെയ്യുന്ന ആഹാരം കഴിക്കാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവരെ കഴിപ്പിക്കാൻ വേണ്ടിയാണ്. നേരെ ചൊവ്വേ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം സിനിമയ്ക്ക് വേണ്ടിയാണ് തയ്ച്ചിരിക്കുന്നതെങ്കിലും ആ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മളിന്ന് കാണുന്ന മമ്മൂട്ടിയുടെ വെറൈറ്റി കഥാപാത്രങ്ങൾ, വെറൈറ്റി സിനിമകൾ. നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, അത് പോരാ എന്ന് പറയാം, അല്ലെങ്കിൽ ഇത്തിരി കുറച്ചുകൂടി ഒരു കളറ് കൂടി എന്ന് പറയാം. നമുക്ക് കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയുള്ളൂ. റിയാലിറ്റിയിലേക്ക് നമ്മൾ പോകാൻ പലപ്പോഴും മടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ മമ്മൂട്ടി എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ അംഗീകരിക്കാൻ പലർക്കും മടിയാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ സ്ഥിതി അത് തന്നെയല്ലേ. പേര് നോക്കിയിട്ടല്ലേ നമ്മളെ ആളെ സ്നേഹിക്കുന്നത്, പേര് നോക്കിയിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സിനിമയുമായി ബന്ധമില്ലെങ്കിൽ ഒരു കാര്യം സൂചിപ്പിച്ചു പോകുകയാണത്. നമ്മുടെ പ്രശസ്തനായ നാടകകൃത്തും എഴുത്തുകാരനുമായ KT മുഹമ്മദ് ഉണ്ട്. KT മുഹമ്മദിന് പോസ്റ്റൽ വകുപ്പിലാണ് ജോലി എന്ന് ആലോചിക്കണം. 1947 സംഭവമാണെന്ന് ആലോചിക്കണം. 1947 സംഭവത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി പിരിയാൻ പോകുന്നൊരു ധ്വനി കിട്ടിയപ്പോൾ അവിടെ ഒരു ഓർഡർ ഇട്ടുകൊണ്ടോ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ടോ ജോലി ചെയ്യാൻ, നിങ്ങൾക്ക് അവിടെ ആയിരിക്കില്ലേ നല്ലത് എന്ന് ചോദിച്ച് നെഞ്ചത്ത് കൈവച്ച് കണ്ണീരൊഴുക്കിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് KT മുഹമ്മദിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ പേര് കൊണ്ടാണ് നമ്മളിവിടെ ആര് എവിടെ നിൽക്കണം, എവിടെ നിർത്തണം, എവിടേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടുന്ന് പേരുകാരെ കുറേ അവിടേക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് കുറേ പേരെ ഇങ്ങോട്ടും അയക്കുന്നു. അല്ലെങ്കിൽ അവിടെ കുറേ പേരെ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ കുറേ പേരെ കൊല്ലപ്പെടുന്നു. മനുഷ്യനാണ് മരിച്ച് വീഴുന്നതെന്ന് ആലോചിക്കാതെ പേരിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇകഴ്ത്തലുകളും പുകഴ്ത്തലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം. അത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ സിനിമയ്ക്കും അത് ഭൂഷണമല്ല എന്ന് പറയാൻ ആഗ്രഹം. അപ്പോൾ മമ്മൂട്ടിക്ക് ആരും ദാനം കൊടുത്തതല്ല ഇതുവരെയുള്ള അഭിനയ ശൈലി, ഇതുവരെയുള്ള അഭിനയ ജീവിതം. സ്വയം തന്നെ കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുണ്ടാക്കിയൊരു നേട്ടങ്ങളാണ്. ആ നേട്ടത്തിൻ്റെ പര്യവസാനം എന്ന് പറയാൻ പറ്റില്ല. ആ നേട്ടത്തിൻ്റെ ഈ മാസത്തെ, അതായത് ഈ 15-ാം തീയതി വരെയുള്ള പുതിയ സിനിമയുടെ ചാത്തൻ എന്നുള്ള സങ്കല്പത്തിൻ്റെ പുതിയ സിനിമയുടെ മുഖമാണ് മമ്മൂട്ടി. ഇനിയും എത്രയോ നല്ല കഥാപാത്രങ്ങൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ കാരണം മമ്മൂട്ടിയുടെ ഒരു സർവകാല റെക്കോർഡുണ്ട് നിലയ്ക്ക് ഇതുവരെ ആർക്കും തകർക്കാൻ പറ്റില്ല. എന്താണെന്നോ, ഒരു വർഷം മമ്മൂട്ടി അഭിനയിച്ച് റിലീസ് ചെയ്ത സിനിമകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 35 സിനിമകളാണ് ഒരു വർഷം മമ്മൂട്ടിയുടെ റിലീസ് ചെയ്തെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു റെക്കോർഡ് ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഇതുവരെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു വർഷം 2 or 3 സിനിമകളിലേക്ക് ഇറക്കാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയിൽ 1986 മമ്മൂട്ടി നിറയെ സിനിമകൾ അഭിനയിച്ചു. ഒരു 40-45 സിനിമകൾ അഭിനയിച്ച് 35 സിനിമകൾ റിലീസ് ചെയ്തെന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടി വിശ്രമിച്ചിട്ടുണ്ടോ, ഉറങ്ങിയിട്ടുണ്ടോ, ആഹാരം കഴിച്ചിട്ടുണ്ടോ, എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കണം. ആ റെക്കോർഡുകാർക്ക് ഒരാളെങ്കിലും മുന്നോട്ട് വന്നാൽ
ഇനി വരുന്ന തലമുറയ്ക്ക് കഴിയുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷേ മത്സരിച്ച് പോകുകയാണെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഇവരിൽ രണ്ടിൽ ആർക്കെങ്കിലും നടക്കുമായിരുന്നുള്ളൂ. മോഹൻലാലിന് അത്രയ്ക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം എന്താ മനസ്സിലായത്? ഇനി എത്ര വർഷം കഴിഞ്ഞാലും മമ്മൂട്ടി സ്ഥാപിച്ച ഈ റെക്കോർഡ് തകർക്കാൻ ഒരാൾക്കും പറ്റുകയില്ല. അങ്ങനെയായിരിക്കട്ടെ.